ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് സാധനങ്ങളൊന്നും വാരിവലിച്ച് ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് പ്രോൺസ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ നമുക്ക് മസാലാസ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ പ്രോൺസിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് പ്രോൺസിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനാണ്. ഇത്രയും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കേണ്ടത്. നമുക്കിത് മസാലയുടെ ഇടയ്ക്ക് ചേർക്കാനാണ്. ഇനി നമുക്ക് മസാല പുരട്ടി മാറ്റി വെച്ച പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന പ്രോൺസ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇതൊരു 2 മിനിറ്റ് കുക്കാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രോൺസ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് ഡീപ്പായി ഫ്രൈ ചെയ്യുമ്പോൾ പ്രോൺസ് നന്നായി ഹാർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മഞ്ഞളും മുളകും കൂടെയുള്ള മിക്സ്ചർ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമുക്കിനി പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഇടത്തരം സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള കുറച്ച് സമയം എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഞാനിവിടെ ഒരുപാട് മസാലാസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ചേരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പ്രോൺസിൻ്റെ തലഭാഗം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ തലഭാഗം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇതിൽ അവോയ്ഡ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തലയൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ മസാലയിൽ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമുക്കിനി ഇട്ട് കൊടുത്ത ആ പ്രോൺസിൻ്റെ തലയൊക്കെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിനി അടച്ചു വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് അതും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ മസാല ഇട്ട് കൊടുക്കാം. നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും കുറച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇത് കുറച്ച് രമ്പല ഞാൻ ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇത് പാണ്ടൻ ലീവ്സ് എന്ന് പറയും. ഇത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഞാനിവിടെ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് റൈസിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഞാനിവിടെ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 10 മിനിറ്റ് സോക്ക് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുത്ത റൈസാണ്. ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി നമ്മുടെ ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് ഇത് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് പ്രോൺസിൻ്റെ മസാലാസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്ത കാഷ്യൂസും കിസ്മിസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായി. അടുത്ത ലെയർ നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു കൊടുത്തിട്ട് നമുക്ക് പഴയൊരു തവ അടിയിൽ വെച്ച് അതിൻ്റെ മുകളിലായി ഇത് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ബൗളിലായിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ഇനി ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തുമ്പോൾ നമുക്ക് ഈ ബൗളിൻ്റെ ഷേപ്പ് കിട്ടും. ഇതിൻ്റെ ഗാർണിഷിനായി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക.